ഇല്ലടാ പടം അത്ര പോരാ, പ്രതീക്ഷ ഒന്നും ഇല്ല. തൂക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ല എഫക്റ്റീവാണ് പടം. പെപ്പയ്ക്ക് സത്യം ഈ പടം നിരാശയാണ് സംഭവം. അത് അത്രത്തോളം അങ്ങ് എനിക്ക് തോന്നില്ല, പേഴ്സണലി തോന്നില്ല. പക്ഷേ ഒരു എഫേർട്ട് ഉണ്ട്, തിയേറ്ററിൽ കാണാനുള്ള കാഴ്ചകളുണ്ട്. കണ്ടിരിക്കാം, പക്ഷേ കുറച്ച് വലിച്ചു നീട്ടിയതുപോലെ എനിക്ക് തോന്നി. ഓണം കൊണ്ടുപോകാൻ ചാൻസ് കൂടുതലാണ്. എല്ലാവർക്കും കണ്ട പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. ഇല്ലടാ പടം അത്ര പോരാ, അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേറെ പടത്തിൽ. ഇല്ലടാ പടം അത്ര പോരാ, പ്രതീക്ഷ ഒന്നും ഇല്ല. ആവറേജ് പടം അത്രേ ഉള്ളൂ. ഇല്ല ഇതത്ര പോരാ, കുഴപ്പമില്ലെന്നേ ഉള്ളൂ, ആവറേജ്. പെപ്പേരെ ഒരു ഇടി നൈസാണ് പുള്ളി, അത് ക്ലൈമാക്സ് ഒക്കെ കിടിലമാണ്. അത് ഒഴിച്ച് നിർത്തിയ വേറെ ഒന്നും അങ്ങനെ കുഴപ്പമില്ല, കണ്ടിരിക്കാം. ആക്ഷനാണ്, നല്ല ഫാമിലി വാച്ചബിളാണ്. കടലും ഗംഭീര പടം, മാസ് പടം, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ തന്നെ കാണുന്ന പടം. തൂക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ല എഫക്റ്റീവാണ് പടം. ആക്ഷനും അതിൻ്റെ പശ്ചാത്തലവും മേക്കിങ്ങും ഒക്കെ അടിപൊളിയാണ്, ഗംഭീരമാണ്. ഫസ്റ്റ് ഹാഫ് കിടുവായിരുന്നു. ഈ പറഞ്ഞ ഒരു നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, പണി കറക്റ്റ് കാണാനുണ്ട്. പടത്തിൻ്റെ ഒരു 80% കടലിനകത്ത് തന്നെയായിരുന്നു. അത് എങ്ങനെ മേക്ക് ചെയ്യുന്ന അറിഞ്ഞുകൂടെ, അത്രയും കിടിലായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല ഹൈയിൽ നിന്നിട്ട് സെക്കൻഡ് ഹാഫ് വന്ന സമയത്ത് കുറച്ച് വലിഞ്ഞു പോയതായിട്ട് തോന്നി. ഒരു ഉദ്ദേശിച്ച പണി അത്ര വർക്കായില്ല. കാരണം നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് സാധനം. ഇനി അങ്ങോട്ട് എന്താണ് നടക്കാൻ പറ്റുന്നത് അറിയാം. അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തെടുക്കട്ടെ സിറ്റുവേഷൻ. അത് അത്രത്തോളം അങ്ങ് എനിക്ക് തോന്നില്ല, പേഴ്സണലി തോന്നില്ല. പക്ഷേ ഒരു എഫേർട്ട് ഉണ്ട്, തിയേറ്ററിൽ കാണാനുള്ള കാഴ്ചകളുണ്ട് സിനിമയിൽ. ഇടിയും വഴിയും അതൊക്കെ ഉണ്ട്. അടിപ്പടം നല്ല എനിക്ക് കാണാമെന്നുള്ളത്. പടം നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. പെപ്പ അടിപൊളിയായിട്ടാണ്, ഒരു രക്ഷയില്ല. കാര്യം പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടലെന്നുള്ളൊരു പേരിൽ അത് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ബോട്ടിലാണ്. പടം തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് കരകളുള്ള ഭാഗങ്ങൾ, നമ്മുടെ 5 തെങ്ങ്, പൂന്തറ, നമ്മുടെ ആറ്റിങ്ങൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പടം ഓരോ ഫ്ലോയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി മേക്കിംഗ് ആണ്, എല്ലാം സൂപ്പറാണ്. VFX എല്ലാം അതിനനുസരിച്ചാണ് പോകുന്നത്. കാര്യം പടം ഒരു വേറെ ലെവലാണ്, മൊത്തം ബോട്ടിലാണ്. പുള്ളി വരുമ്പോഴത്തേന് പടത്തിൽ ഒരു മാറ്റം തന്നെ ഉണ്ടാകുന്നത്, വേറെ ലെവലായിരുന്നു. മിക്കവാറും ചാൻസ് കൂടുതലാണ്. ടൗണിലെ പടത്തിനെ കാട്ടി ഒരു ശകലം ഇറങ്ങി നിൽക്കുകയുള്ളൂ. പക്ഷെ എന്നാലും പടം അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ് കേട്ടോ, അടിപൊളി പടം. നമ്മൾ വിചാരിക്കും പോലെയല്ല. ഓണം കൊണ്ടുപോകാൻ ചാൻസ് കൂടുതലാണ്. അത്രയും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒരു ആവറേജ് വണ്ണം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ പെപ്പയുടെ കുറച്ച് ആക്ഷൻ ബ്ലോക്സ് കാണാം, BGM ഉണ്ട്. പിന്നെ ഒരു 90% ബോട്ടിൻ്റെ അകത്താണ് ഇവർ സിനിമ എടുത്ത്. ആ ഒരു കുറേ സാധനങ്ങളൊക്കെ ഉള്ളു. പക്ഷേ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിട്ട് തോന്നി. ഡയറക്ഷൻ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ ആവറേജേ ഉള്ളൂ. എന്തെന്ന് പറഞ്ഞാൽ RDX ഒക്കെ കണ്ടിട്ട്, കഴിഞ്ഞ ഓണത്തിനായിരുന്നല്ലോ RDX, അതൊക്കെ കണ്ടിട്ട് വമ്പൻ ഒരു ആക്ഷൻ പടം കാണാമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. കാരണം ഒരു 90% ഒരു ബോട്ടിൻ്റെ അകത്ത് നടക്കുന്ന, ഒരു തീരദേശ ബോട്ടിൻ്റെ, മത്സ്യബന്ധന ബോട്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. കണ്ടിരിക്കാം, പക്ഷേ കുറച്ച് വലിച്ചു നീട്ടിയതുപോലെ എനിക്ക് തോന്നി. പടം ഹെവി പടമാണ്. ഹെവി പടം എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. അതായത് സാധാരണ ആൾക്കാരല്ലേ, ഫിഷർമാൻ, അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ്. ഒരു ഫിഷിംഗ് ബോട്ടിൽ ഒരു യാത്ര പോകുന്നു, തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് പടത്തിൽ പറയുന്നത്. ഇതിനകത്ത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പെർഫോം ചെയ്യാൻ സ്ക്രിപ്റ്റിലുണ്ട്. അവർക്കെല്ലാം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 8-10 ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സാധനം അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട സാധനം, റിയലിസ്റ്റിക് ആയിട്ട് അവർ പടം എടുത്തിട്ടുണ്ട്. തുടങ്ങുന്ന മൊമെൻ്റ് തൊട്ട് അവസാനത്തെ ഒരു മൊമെൻ്റ് വരെയും നമുക്ക് നല്ല രീതിക്ക് കണ്ടിരിക്കാം. ബോറോ ലാഗോ ഒന്നുമില്ല. ഇതിൻ്റെ VFXും CGയും അതുപോലെ മേക്കിംഗ് ക്വാളിറ്റിയൊക്കെ ഭയങ്കരമാണ്. ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. നല്ല പടമാണ്. പടം എനിക്കൊരു ആവറേജ് ഫില്ലായിട്ടാണ് തോന്നിയത്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് അവരുടെ ആ ഒരു കരയിൽ നടക്കുന്ന സീൻസും അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ ചെറിയ ചെറിയ പാട്ടും മാസ് സീൻസൊക്കെ ആയിട്ട് പോയി. പിന്നെ അവർ ബോട്ടിലോട്ട് അവർ 2 ആഴ്ചയൊക്കെ ആയിട്ട് കടലിലോട്ട് പോവുകയാണ്. അപ്പോൾ ബോട്ട് സീൻസിൽ പോകുമ്പോഴത്തേക്കും അവരുടെ ജീവിതം അതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താണ് കാണിക്കുന്നത് ഇതിൽ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ നല്ലൊരു ടേണിംഗ് പോയിന്റ്, നല്ലൊരു പഞ്ച് തന്നെ നിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് ആ ബോട്ടിൻ്റെ അകത്തുള്ള സീൻസ് മാത്രമായി. പിന്നെ നമുക്ക് മനസ്സിലായി സെക്കൻഡ് ഹാഫ് റിവെഞ്ച് ആണെന്ന്. പക്ഷേ ആ റിവെഞ്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി 1 മണിക്കൂർ വീണ്ടും ഇട്ട് അതേ ഒരു സീൻസ് തന്നെ റിപ്പീറ്റ് അടിച്ച് വന്ന് ലാസ്റ്റ് നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട സെക്കൻഡ് ഹാഫ്, സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട കാര്യം വീണ്ടും ഒരു 1.5 മണിക്കൂറിട്ട് വലിപ്പിച്ചതുപോലെ തോന്നിപ്പോയി. അല്ലേ, ഓണം തൂക്കുമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഓണം ഈ പറഞ്ഞ പോലെ 3 പടം, ഇന്നലത്തെ 2 പടവും ഇന്നത്തെ ഈ പടം കൂടെ ഇപ്പോൾ തൂക്കുമെന്ന് വിചാരിച്ചു. 3 പടം നല്ല രീതിയിൽ ഓടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പടം സെക്കൻഡ് ഹാഫ് എന്തെങ്കിലുമൊക്കെ അവർക്ക് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരായിരുന്നു. അത് അവർ ശ്രമിച്ചില്ല, അതാണ് പറ്റിപ്പോയത്. ഫുള്ളൊരു സെക്കൻഡ് ഹാഫിലാണ് പോയത്, അവർ കയ്യിൽ നിന്ന് പോയത്. പെപ്പയ്ക്ക് സത്യം ഈ പടം നിരാശയാണ് സംഭവം. ഇല്ല, കാരണം സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് നമ്മൾ കിടിലായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. ആ ഇൻ്റർവെല്ലിൽ വരെ നമ്മൾ എൻജോയ് ചെയ്യും. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴത്തേക്കും ഈ സംഭവം വെറും 5 മിനിറ്റിൽ തീർക്കേണ്ട സംഭവമാണ് ഈ 1 മണിക്കൂർ ഇട്ട് നമ്മളായിട്ട് കാണിപ്പിക്കുന്നത്. അപ്പോൾ ആ സീൻസ് തന്നെ റിപ്പീറ്റ് അടിച്ചാണ് വരുന്നത്, ഒരു സീൻസ് തന്നെ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് നടക്കുമല്ലോ, ഇത് എപ്പോഴേലും നടക്കുമല്ലോ, വീണ്ടും ഇട്ടിങ്ങനെ ആ സീൻസ് തന്നെ ഇട്ട് കാണിക്കണമെന്ന് വിചാരിച്ച്. കാരണം പിന്നെ പെപ്പേരെ കുറേ ആ ഒരു ഇടിയാണല്ലോ പെപ്പേരത്, അതൊന്നും വലുതായിട്ട് ഇതിലൊരു വാഫ് ഫാക്ടറും തന്നിട്ടില്ല നമുക്ക്. ഒരു നിരാശയാണ്. പടം മൊത്തത്തിൽ കൊള്ളായിരുന്നു. നല്ല
എനിക്ക് എല്ലാവർക്കും കണ്ട പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ലെവലിലോട്ട് സെക്കൻഡ് ഹാഫ് നല്ലതായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ ലെവലിലോട്ട് വരാത്തതുകൊണ്ടാണ് പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത്. നല്ല പടമായിരുന്നു മൊത്തത്തിൽ. നല്ല അവർ ഉദ്ദേശിച്ച ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടല്ലോ, അവർക്ക് പറ്റിയ രീതിയിലുള്ള നല്ലൊരു കണ്ടൻറ്റ് തന്നെ പടം. കഴിഞ്ഞ ഓണം RDX ഇല്ലേ, RDX ആണ് കൊണ്ടുപോയി. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം RDX എന്ന് പറയുമ്പോൾ ഒരു പെപ്പറിൽ വൺ മാൻ ഷോ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊരു മൾട്ടി സ്റ്റാർ പടമായിരുന്നു. പിന്നെ അതേപോലെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ARMൻ്റെ ആ ഒരു തട്ടിച്ച് നോക്കുകയാണെങ്കിൽ അത്ര ഒരു ലെവലിൽ വന്നിട്ടില്ല എന്നേ പറയാൻ പറ്റൂ. ARM എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഈ ഓണം ഫെസ്റ്റിവൽ സമയത്തുണ്ടാവുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് ARM. പക്ഷേ ഇതങ്ങനെ ആ ഒരു രീതിയിൽ വരില്ല. അപ്പോൾ ഓണം വിന്നർ എന്തുകൊണ്ടായാലും ഇതുവരെ കണ്ടതിൽ ARM ആണ് എനിക്കിഷ്ടപ്പെട്ടത്. കിഷ്കിന്ത കണ്ട നല്ല പടമായിരുന്നു, പക്ഷേ എന്താണെന്ന് പറഞ്ഞത് ആൾ കയറണ്ട. ഈ പടം ഒന്നും കുഴപ്പമില്ല. എല്ലാ ഈ കണ്ട 3 പടങ്ങളും ക്വാളിറ്റി ഉണ്ട്. തീരെ മോശം എന്ന് പറയാൻ വേണ്ടി 3 പടവും ഇല്ല. ഓണത്തിനിറങ്ങിയ പടങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ഉണ്ട് എല്ലാ പടങ്ങൾക്കും. അങ്ങ് നിരാശപ്പെടുത്തിയില്ല, മൊത്തത്തിൽ ഒരു പടവും നിരാശപ്പെടുത്തിയില്ല.